യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡുവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതായ വേദഭാഗം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 21-ാമത്തെ വാക്യവും, അതേപോലെ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങളായിരുന്നല്ലോ. ഇന്ന് നമ്മൾ മറ്റൊരു ചിന്തയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ച ചിന്ത, നമുക്ക് ദൈവം കൂടുതൽ ഉത്തരവാദിത്തങ്ങളെ സ്വർഗരാജ്യത്തിൽ നൽകും. പക്ഷെ അതിനായി നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ നല്ലവരും വിശ്വസ്തരുമായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നു. താലന്തുകളുടെ ഉപമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ വെള്ളി റാത്തലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. താലന്തുകളുടെ ഉപമയിൽ കൂടുതൽ ഉത്തരവാദിത്വം അവർക്ക് ഏൽപ്പിച്ചപ്പോൾ ഈ വെള്ളി റാത്തലിന്റെ ഉപമയിൽ, മിനാസിന്റെ ഉപമയിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് നഗരങ്ങളുടെ മേൽ ഉത്തരവാദിത്വം കൊടുത്തു എന്നുള്ളത്, അല്ലെങ്കിൽ അതിന് അധികാരിയാക്കി ആ രാജാവ് അവരെ വാഴിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വാസ്തവത്തിൽ ഇതൊക്കെ നമുക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലങ്ങളാണ്. ദൈവം നമ്മെ ഒരു പട്ടണത്തിന് അധികാരിയാക്കി മാറ്റുമ്പോൾ ദൈവരാജ്യത്തിൽ എത്രത്തോളം മഹത്വവും മാനവും ദൈവം നമുക്ക് നൽകാനിടയായി തീരും, എത്രത്തോളം നമുക്ക് പ്രശംസ ലഭിക്കാനിടയായി തീരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ണുനീരോടെ വിതച്ചതായ ആളുകൾ ആർപ്പോടെ കൊയ്യുന്നതായ ഒരു കാലം വരുന്നു എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ വിഷമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ അതേ സമയം തന്നെ കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ച കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരും നല്ലവരുമാണെങ്കിൽ തീർച്ചയായിട്ടും കോടാനുകോടി യുഗങ്ങൾ ദൈവത്തിന് മുമ്പാകെ നമ്മൾ മാനിക്കപ്പെടുന്നവരും മഹത്വമുള്ളവരും ഉയർത്തപ്പെടുന്നവരുമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമുക്ക് ലഭിക്കുന്ന ആത്യന്തികമായ പ്രതിഫലം, ഏറ്റവും വലിയ പ്രതിഫലം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നമ്മൾ ദൈവരാജ്യത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ നഗരങ്ങൾക്ക് അധിപന്മാരായി മാറാം. അതുപോലെ ദൈവരാജ്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കിരീടങ്ങളെ ദൈവം നമുക്ക് നൽകാം. ജീവകിരീടം നൽകാം, നീതിയുടെ കിരീടം നൽകാം, തേജസ്സിന് കിരീടം നൽകാം. ഇങ്ങനെ പല കിരീടങ്ങൾ നൽകി ദൈവം നമ്മെ അവിടെ മാനിക്കാം. എന്നാൽ ഈ കിരീടങ്ങളെക്കാളും ഈ ദൈവരാജ്യ പട്ടണങ്ങളുടെ അധികാരങ്ങളെക്കാളും ഏറ്റവും വലിയ ഒരു പ്രതിഫലം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ആ പ്രതിഫലം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് നമ്മുടെ പ്രതിഫലം. അതായത് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ മുഖാമുഖമായി കാണുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം, ഏറ്റവും വലിയ പ്രതിഫലം. അവനെ കണ്ടാൽ നമ്മുടെ വിഷമം മുഴുവൻ മാറിപ്പോകും. അവനെ കണ്ടാൽ നമ്മൾ സംതൃപ്തരായി മാറും. അവനെ കണ്ടാൽ നമ്മുടെ സകല ഖേദവും മാറിപ്പോകും. അപ്പോൾ ഓരോ ദൈവപൈതലിന്റെയും ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഏറ്റവും വലിയ ആഗ്രഹവും എന്ന് പറയുന്നത് കേവലം പ്രതിഫലങ്ങളെ കുറിച്ചുള്ള ചിന്തകളല്ല, മറിച്ച് നമുക്ക് വേണ്ടത് യേശുവിനെ എനിക്ക് മുഖാമുഖമായി കാണാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവര് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്. വർഷങ്ങൾക്ക് ശേഷം 2, 3, അല്ല 5, 10 വർഷങ്ങൾക്ക് ശേഷം അവർ നാട്ടിലേക്ക് അവരുടെ മാതാവ് പിതാവിനെ കാണുവാൻ അവർ കടന്നു വരും. അവർ അങ്ങനെ കടന്നു വരുമ്പോൾ അവരെന്താ ചിന്തിക്കുന്നത്? ഞങ്ങളുടെ പഴയ വീട് ഞങ്ങൾക്ക് കാണണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ പണ്ട് നീന്തി തുടിച്ചിരുന്നതായ നദികളിൽ പോയി ഞങ്ങൾക്ക് നീന്തണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. ഇതൊക്കെ സംഭവിക്കുമെന്ന് അവർക്കറിയാം. പക്ഷെ അവരുടെ എല്ലാം ആത്യന്തികമായ പ്രതീക്ഷ എന്ന് പറയുന്നത് അവർക്ക് ജന്മം കൊടുത്ത പിതാവിനെയും മാതാവിനെയും കാണണം. ഇനി പിതാവും മാതാവും ഒക്കെ മരണത്താൽ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടെങ്കിൽ അവർ കഴിഞ്ഞ് ഏറ്റവും പ്രിയമുള്ളവരായ ആളുകളെ കാണുവാൻ നമ്മൾ വളരെയധികം കൊതിക്കാറുണ്ട്. വാസ്തവത്തിൽ നമ്മൾ അവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ തന്നെ, അല്ല അതിനു മുമ്പ് തന്നെ, അവരുടെ മുഖമാണ് നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരിക. അവരെ കാണാനാണ് നമ്മൾ കടന്നു വരുന്നത് എന്ന് പറയുന്ന പോലെ നാം സ്വർഗത്തിലേക്ക് പോകുന്നത് നമ്മൾ പ്രതീക്ഷ വെച്ചവനായ, നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത് നമ്മൾ പ്രത്യാശ വെച്ചവനായ, നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കി തന്നവനായ, നമ്മെ വീണ്ടെടുത്തവനായ, നമ്മെ പേർ ചൊല്ലി വിളിച്ചവനായ, പാപത്തിൽ നിന്ന് രക്ഷിച്ചവനായ ആ കർത്താവിനെ നേരിൽ കാണാനാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പ്രത്യാശയെക്കുറിച്ചുള്ള ചിന്ത കൂടുതൽ ശക്തമായി തീരുവാനിടയായി തീരും.
അതിനായി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കും. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ, അവനെ അറിയുന്നത് നിത്യജീവനാണെങ്കിൽ ആ നിത്യജീവൻ എന്നെ എത്തിക്കുന്നത് സ്വർഗത്തിലാണ്. അവിടെ ചെല്ലുമ്പോൾ ഇന്ന് ഞാൻ അവനെക്കുറിച്ച് കേട്ടത് മാത്രമല്ല, ഞാൻ അവനെ നേരിട്ട് കാണുവാൻ ഇടയായിത്തീരും. ഇതാണ് നിത്യജീവന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, യേശുവിനെ അറിയുന്നതും യേശു ക്രിസ്തുവിനെ കാണുന്നതും. മറ്റൊരു വേദഭാഗം വെളിപ്പാട് പുസ്തകം 21-ന്റെ 3-ാം വാക്യം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മോടുകൂടെ വസിക്കുന്നതായ ഒരു അനുഭവം. ഇന്ന് നമുക്ക് ആത്മീയമായി മാത്രമേ കർത്താവ് യേശുക്രിസ്തു നമ്മോടുകൂടി ഉണ്ടെന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്നുള്ളൂ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്ന പോലെ ആത്മീയ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നടുവിലുണ്ട്, നമുക്കത് അനുഭവിക്കാൻ സാധിക്കും. അതേപോലെ യേശു നമ്മുടെ നടുവിലുണ്ട്, നമുക്കത് അനുഭവിക്കാൻ കഴിയും. പക്ഷേ ഫിസിക്കലി, ശാരീരികമായിട്ട് ദൈവം നമ്മോടുകൂടെ കടന്നു വരുന്നതായൊരു അനുഭവം നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകും. അതാണ് നമുക്ക് ഈ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കാൻ കഴിഞ്ഞത്. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവത്തിന്റെ വീട് മനുഷ്യരോടുകൂടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും വസിക്കുന്നത് ദൈവത്തിന്റെ കൂടാരത്തിലാണ്. യഹോവേ, ആർ നിന്റെ കൂടാരത്തിൽ പാർക്കുമെന്ന് സങ്കീർത്തനത്തിൽ ചോദിക്കുന്ന പോലെ അവൻ്റെ കൂടാരത്തിൽ വസിക്കുവാൻ നമുക്ക് ലഭിക്കുന്നതായ ഏറ്റവും സുന്ദരമായ ഒരു സമയമാണ് അതേ ആ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതിന് പകരം എന്താണ് പ്രതിഫലമുള്ളത്? ഇതിന് പകരം നമുക്ക് ലഭിക്കാനുള്ള റിവാർഡ് എന്താണ്? പ്രിയമുള്ളവരെ, അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. എത്ര വലിയൊരു ഭാഗ്യമാണ്! അപ്പോൾ നോക്കണേ, നമ്മുടെ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് ദൈവത്തോടുകൂടെ ഇരിക്കുക, ദൈവത്തോടുകൂടെ വസിക്കുക. ആ വലിയൊരു അനുഭവം, ആ വലിയൊരു പ്രതീക്ഷ, ആ വലിയൊരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ വലുതായി ഉണ്ടാകട്ടെ. കിരീടങ്ങൾ പ്രാപിക്കാനോ പ്രശംസ പ്രാപിക്കുവാനോ അധികാരികളായിരിക്കാനല്ല നമ്മൾ കൂടുതൽ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ കൂടുതൽ ആഗ്രഹിക്കേണ്ടത് എനിക്ക് യേശുവിനെ കണ്ടാൽ മതി എന്നുള്ള ചിന്തയാണ്. അതേ പാട്ടുകാരൻ പാടുന്നതുപോലെ, എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി, ഇവിടെ ഞാൻ അന്യനും പരദേശിയുമാണ്, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവനോടുകൂടെ വസിക്കുവാനിടയായിത്തീരും. ഈ ഒരു പ്രതീക്ഷയിലേക്ക്, പ്രത്യാശയിലേക്ക് കടന്നു വരുവാൻ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും ഈ ഭൂമിയിലല്ല. ഇവിടെ നമ്മൾ പരദേശവാസികളാണ്, തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. നമുക്കായൊരു നിത്യഭവനം ഒരുക്കുവാൻ കർത്താവ് യേശുക്രിസ്തു കടന്നുപോയിരിക്കുന്നു എന്നുള്ളതും, ആ ഭവനത്തിന് പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തു താമസം വിനാ നമ്മെ ചേർക്കാൻ കടന്നു വരുന്നു എന്നുള്ളതും ഈ ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ളതായ ഒരു പ്രതീക്ഷയാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും ഈ ഭൂമിയിൽ ഞങ്ങളുടെ പ്രത്യാശ വയ്ക്കുന്നതായ അപകടകരമായ അനുഭവത്തോട് ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച്, അവൻ്റെ വചനത്തെ വിശ്വസിച്ച് കർത്താവ് ഒരുക്കുന്നതായ പ്രത്യാശയുടെ പൊൻപുലരിയിൽ ഞങ്ങൾ കർത്താവിനോട് കൂടെ വസിക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ തക്കോണം ഞങ്ങളേവരെയും നീ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.